എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പം നമ്മൾ ഇന്ന് വെളിയിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാചകവും കാര്യങ്ങളും ഒന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ട് വെളിയിൽ പോയ വീഡിയോ എടുത്തതാണേ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ആണ് വെളിയിലോട്ട് ഇറങ്ങിയത്. അപ്പം രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അതിന് ശേഷം വൈകുന്നേരം 5:45 ആയപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങിയതാണ്. അപ്പം നമുക്കിന്ന് താഴത്തെ മനുഷ്യയുടെ വകയൊരു ട്രീറ്റ് ഉണ്ട്. അപ്പം മനുഷ്യക്ക് ലൈസൻസ് കിട്ടി, UAE ലൈസൻസ് കിട്ടിയതിൻ്റെ ചിലവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഒന്ന് പോവുകയാണ്. അപ്പം നമ്മളിന്ന് പോകുന്ന ദുബായിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തതാണേ. അപ്പം സാമാന്യം നല്ല തിരക്കുണ്ട് വഴിയിലൊക്കെ. വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല തിരക്കാണ്. എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയമാണല്ലോ. പ്രത്യേകിച്ച് പോയ ദിവസം വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അന്ന് കുറച്ച് ചൂടൊക്കെ കുറവായിരുന്നു. അത് കാരണം എല്ലാവരും പുറത്ത് ഇറങ്ങുന്ന സമയമായിരുന്നു. പിന്നെ പോകുന്ന വഴിയിലെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും വീഡിയോ പകർത്താറുണ്ട്. കാരണം കാണാത്തവരുണ്ട് എന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. പോകുന്ന വഴിയും അതുപോലെ അങ്ങോട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും അതുപോലെ കുറച്ച് പച്ചപ്പുകളൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുക്കുമ്പോഴത്തേനും എല്ലാവർക്കും കാണാത്തവരൊക്കെ ഉണ്ടെന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് എടുക്കുന്നത്. ദുബായിലോട്ട് അടുക്കാറാകുന്ന സ്ഥലത്തൊക്കെ കുറേ നല്ലതായിട്ട് അവർ ചെടികളും അതുപോലെ മരങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ട നല്ലതായിട്ട് ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം രാവിലോട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ചേട്ടൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇത് കണ്ട മരങ്ങളും പച്ചപ്പുകളും ഒക്കെ കുറേയൊക്കെ സ്ഥലങ്ങൾ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് അവരത് കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെയൊക്കെ അല്ലെങ്കിൽ നമുക്ക് കാണണമെങ്കിൽ നാട്ടിൽ ചെന്നാലേ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ ഇങ്ങനെയൊന്ന് കാണാൻ പറ്റി. അതിന് ശേഷം വേണ്ടേ സൂര്യൻ അസ്തമിക്കുന്നത് ഞാനൊന്ന് വീഡിയോയിലെടുത്തതാണ്. അപ്പം നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നില്ല. വണ്ടി ഓടിപ്പോകുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തു നിന്നുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ ചോദിക്കുന്നുണ്ട്, അമ്മ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അന്നേരം ഇടയ്ക്കിടയ്ക്കൊന്ന് എടുക്കും. പിന്നെ നമുക്ക് ബാഗിലിരിക്കുന്നുണ്ട് മാക്സിമം എടുക്കാൻ പറ്റുന്നല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ എടുത്തു. ഇനി ശേഷം നമ്മളിനിയിപ്പം അവിടെ ചെന്നിട്ടുള്ള വീഡിയോകൾ കാണിക്കാം. അപ്പോൾ അതേണ്ടേ നമ്മൾ പോകുന്ന സ്ഥലത്ത് വന്ന് കാറൊക്കെ പാർക്ക് ചെയ്തു. രാഹുലും ചേട്ടനും ഞാനും കൂടെ ഇറങ്ങി. അപ്പോൾ അന്നേരം ഞാനിന്ന് വീഡിയോ എടുത്താണ് സ്ഥലത്ത്. അപ്പോൾ നമ്മൾ ദുബായിൽ കരാമയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ ഇടയ്ക്ക് നേരത്തെ ഒന്ന് വന്നിട്ടുള്ളതാണ്, എന്നാലും നമുക്ക് കുറച്ച് ദൂരമുണ്ട് അവിടുന്ന്. അപ്പം ഇടയ്ക്കൊക്കെ പിന്നെ കൂടുതലും ട്രാഫിക്കാണ് ഇങ്ങോട്ട് വരാനായിട്ട്, അതാണ് മടിക്കുന്നത്. അപ്പോഴത്തേന് മനീഷയും അവർ ഫാമിലിയെല്ലാം അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കുവാണ്. പിന്നെ വേറെ മനീഷയുടെ ഫ്രണ്ടും അനിയത്തിയും അവരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലൊരു പാർക്കുണ്ട്, അതിലേക്കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. മനീഷ, രാഹുലൂട്ടൻ മനീഷയുടെ ഹസ്ബൻഡിൻ്റെ പേരും രാഹുൽ എന്നാണ്. 2 രാഹുൽമാരും രണ്ടുപേരും എല്ലാവരുമായിട്ട് നമ്മൾ നടന്നങ്ങോട്ട് പോവാണ്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നല്ല പാർക്കുണ്ട്. അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ന് ചൂട് പൊതുവെ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ തേണ്ട ഇവിടെയാണ് വന്നിരിക്കുന്നത്. പാരഗോൺ ഹോട്ടലിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മളിത് ഇവിടെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വരുന്നത്. ഇത് 1 year ആയെന്ന് തോന്നുന്നു ഇവിടെ തുടങ്ങിയിട്ട് എന്ന് തോന്നുന്നു. എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ തേണ്ട നമ്മൾ ഹോട്ടലിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഫ്രണ്ടിലൊക്കെ നല്ല ലൈറ്റിങ്ങും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ നമ്മളകത്ത് വന്നിരുന്നു. പിന്നെ 2 പേരൂടെ വരാനുണ്ടായിരുന്നു, അവരെ വെയിറ്റ് ചെയ്ത് കുറേ സമയം ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തില്ലായിരുന്നു. അവർ കൂടെ വന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂപ്പിന് മാത്രം ആദ്യം ഒന്ന് ഓർഡർ ചെയ്തു, അതൊന്ന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ ഇവരെല്ലാം നമ്മൾ നേരത്തെ തന്നെ എൻ്റെ മിക്ക വീഡിയോകളിലും ഇവരൊക്കെ ഉള്ളതാണ്.
നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ മനീഷനെയും ഫാമിലീനെയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. മനീഷയുടെ ഫ്രണ്ട്സും ഒക്കെ എൻ്റെ വീഡിയോയിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവരെ ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ വേണ്ട ഞങ്ങൾ അന്നേരം സൂപ്പ് നോക്കി ഓർഡർ ചെയ്തതിന് ശേഷം വേണ്ട ഫുഡ് വേറെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ മട്ടൻ സൂപ്പാണ് വാങ്ങിച്ചത്. അപ്പം ചേട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എന്നോടും കൂടെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനും ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന്. പിന്നെ അവരൊക്കെ വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ പതിവ് എല്ലാ പ്രാവശ്യവും എവിടെ പോയാലും പൊറോട്ടയും മീൻകറിയാണ് നമ്മുടെ സ്പെഷ്യൽ. അത് നമ്മൾ ഓർഡർ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ പലതും ഓർഡർ ചെയ്ത് കഴിച്ചു. അതിന് ശേഷം വേണ്ട നമ്മൾ വെളിയിലിറങ്ങി ഫുഡ് ഒന്നും കൊണ്ടിരുന്നതൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല, അതൊന്നും എടുത്തില്ല. പിന്നെ പലരും പലതൊക്കെയാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ട് ഏതൊക്കെയാണെന്നൊന്നും അറിയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. പോകുന്ന വഴി ഞാൻ പാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടുത്തെ വീഡിയോ എടുത്താണ്. നല്ല ഭംഗിയാണ് വൈകിട്ട് ഇതൊക്കെ കാണാനായിട്ട്. അപ്പം വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ദുബായിൽ ഷാർജയിലേക്ക് നൈറ്റ് ഇറങ്ങിയാലാണ് നല്ല ഭംഗിയും നല്ല വ്യൂവും കാണാൻ പറ്റുന്നത്. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു വൈകുന്നേരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിയിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവരുമായിട്ട് പോകുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.